ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത്, ശബരിമലയ്ക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്, എൻ്റെ മകനും ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ആ സമയത്ത് എനിക്ക് ഉസ്താദിനെ ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് പങ്കുവെച്ച സമയത്ത് വേറെ എവിടെയും സംഭവിക്കാത്തൊരു സംഭവം. ഉസ്താദ് ഭയങ്കര ക്ഷീണിതനാണ്, അസുഖമുള്ള ഒരാളാണ്, എന്നാലും ഷിബു വന്നേക്കും എന്നാ പറഞ്ഞു. ആരെയും സന്ദർശനം അനുവദിക്കുന്നില്ല, ഒന്നും അനുവദിക്കുന്നില്ല, എന്നാലും ഷിബു വന്നേക്കും. അത്ര സ്പേസ് ലോകത്ത് എവിടെയും കിട്ടും എനിക്ക്, അത്ര സ്പേസ് ലോകത്ത് എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലുള്ള മനുഷ്യന്മാർ സമാധാനത്തിൻ്റെ മതം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ലാതെ അത് അനുഭവിക്കണം, വായിക്കണം. നമ്മളൊരു പ്രത്യേക ഫ്രെയിമിൻ്റെ പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ലല്ലോ. അത് അനുഭവിക്കുന്ന, വായിക്കുന്ന ആളുകൾ പറയുന്ന ഒരു രീതി ഉണ്ട്. അതാണ് സത്യമാണ്. അത് അനുഭവത്തിൽ നിന്നും സ്പർശത്തിൽ നിന്നും കിട്ടുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരുവാണ്, എനിക്ക് ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ചെയ്ത ഒരു പുസ്തകമുണ്ട് എൻ്റെ കയ്യിൽ. അവിടുന്ന് അങ്ങോട്ട് ഒരു അതിർവരമ്പില്ലാതെ, ഒരു ഇമോഷൻസ് ഇല്ലാതെ എനിക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒപ്പണായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു അൺകണ്ടീഷണൽ ആയിട്ട് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന എൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ സങ്കടങ്ങളൊക്കെ ശരിക്കും കേൾക്കാനും റീഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത്, അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയതാണ് സൗദിയിൽ നിന്ന് ആ കിസ്വ, വലിയ കിസ്വയുണ്ട്, ചെറുതല്ല അത്. അതായത് ഒരു 10 അടിയോളം നീളവും 5 അടിയോളം വീതിയുള്ള വലിയൊരു കിസ്വ. അത് ഷിബുവിന് കൊടുക്കുമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞെട്ടാണ് ചെയ്തത്. കാരണം വെച്ചാൽ അത്ര എക്സ്പെൻസീവാണ്. നിങ്ങൾക്കറിയാലോ, ഒറിജിനൽ ഗോൾഡിന്റെ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെള്ളി നൂലുകളുണ്ട്, മൊറോക്കയിൽ പണികഴിപ്പിച്ച അതിവിശിഷ്ടമായ പട്ടിൽ പൊതിഞ്ഞ സംഭവമാണ്. കോടിക്കണക്കിന് രൂപ വാല്യുബിൾ ആണ്. അതൊരു ദിവസം എന്നെ പോലത്തെ ഒരു സാധാരണ മനുഷ്യന് ആ ഷിബുവിന് കൊടുത്തേക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ മർക്കസ് എന്നിൽ കാണിച്ച ട്രസ്റ്റ്, വിശ്വാസം, ചെറിയ കാര്യമല്ല. ആ ബാഗ് എന്നെ ഏൽപ്പിക്കുക ചെയ്ത്. അപ്പൊ മർക്കസിനെ പോലത്തെ ഒരു വലിയ ഫൗണ്ടൻ, വലിയൊരു ഹബ്ബ് എന്നെ വിശ്വസിച്ചു എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല. ഈ കാലത്ത് ചെറിയ കാര്യമേ അല്ല. ഞാൻ 15 ദിവസമാണ് സൂക്ഷിച്ചത്. അത് അത്രയും ട്രസ്റ്റോടു കൂടി, അത്രയും വിശ്വാസപൂർവ്വം എനിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞു.